അപ്പോൾ ഇന്നലെ എനിക്ക് പീരീഡ്സ് ആയി. അപ്പോൾ എനിക്ക് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനി ഒരു 2 ദിവസത്തേക്ക് കാണും. അപ്പോൾ ഇന്ന് എനിക്ക് വന്നൊരു ക്രേവിങ് ആയിരുന്നു ചീനി കഴിക്കണമെന്നുള്ളത്. അപ്പം ഞാൻ ചീനി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീനിയായിരുന്നു. അപ്പം ഞാൻ അതിനെ ആക്കാമെന്ന് കരുതി. എൻ്റെ വീട്ടിൽ അച്ഛൻ ചീനി, ചേന, ചേമ്പ്, പിന്നെ നനകിഴങ്ങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതും കൃഷി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ആ വീട്ടിൽ ചെയ്യുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും വീട്ടിലെ ചീനിക്ക്. ഈ വെള്ളച്ചീനി അല്ലാതെ അവിടെ ഒരു മഞ്ഞ ചീനിയുണ്ട്, അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഒരു യെല്ലോയിഷ് കളറായിട്ടൊരു ചീനി കിട്ടും, അതിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഫേവറേറ്റ് എന്ന് വെച്ചാൽ ചേമ്പാണ്. അവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്ന സമയത്ത് പോയി എടുക്കുക കഴിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് ആണ് ഇതുപോലത്തെ ചമ്മന്തികൾ. തേങ്ങ അരച്ചുള്ള ചമ്മന്തി ആണെങ്കിൽ അത്രയ്ക്കും ഇഷ്ടം. പിന്നെ ഇങ്ങനെ ഉള്ളിയും മുളകും ചതയ്ക്കുന്നത്, പിന്നെ ഇതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ടിട്ട് ചതയ്ക്കുന്ന ഒരെണ്ണമുണ്ട്. അതിനകത്ത് നമ്മൾ കാന്താരി മുളകൊന്നും ഇടത്തില്ല. അതും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്നാക്സായിട്ട് വേണം, മറ്റ് സാധനങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. ഇതൊക്കെയാണെങ്കിൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വീട്ടിലാകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ പോയി എടുക്കും ചീനിയൊക്കെ. എന്നിട്ട് ഞാൻ തന്നെ കൊണ്ടുവന്ന് ഞാൻ തന്നെ പിഴുങ്ങിയിട്ട് ഞാൻ തന്നെ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ തന്നെ കഴിക്കും. ഇപ്പോൾ അതെനിക്ക് പറ്റുന്നില്ല. ചെല്ലുമ്പോഴും പിച്ചാനൊന്നും അച്ഛൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ തന്നെ എടുത്തു തരും. പിന്നെ അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഞാനും ഉണ്ണിയും കൂടെ അതിനകത്ത് കയറി എടുക്കാറൊക്കെ ഉണ്ട്. അതിന് ശേഷം ഞാൻ ഈ ചമ്മന്തിയുടെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വല്ലാണ്ട് വീട് മിസ് ചെയ്യുന്നുണ്ട്. പോകണം, ഈ മാസം പോകണം. കഴിഞ്ഞ മാസം പോയി എങ്കിലും ഇനി ഈ മാസം കൂടി നമുക്ക് പോകണമല്ലോ. അപ്പോൾ ഈ മാസം പോകുമ്പോഴത്തേക്ക് മിസ്സിങ്ങൊക്കെ തീർക്കണം. എങ്കിലും നമുക്ക് എപ്പോഴും നമ്മളെ വീടൊക്കെ മിസ് ചെയ്യത്തില്ലേ. പിന്നെ ഞാൻ എൻ്റെ ബോട്ടിലൊക്കെ വെള്ളം എടുത്ത് വെച്ച്, ഇതിനി നാളെ രാവിലെ വരെ വെള്ളം കാണും. നമ്മളിങ്ങനെ രണ്ടുപേരും കൂടി കുടിച്ച് ഇത് തീർക്കും. ഇതിലെല്ലാം എടുക്കുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വന്ന് വെള്ളം എടുക്കാനുള്ള മടി കാരണമാണ്. ഇത് കറക്റ്റ് അത് 2 ലിറ്റർ, പിന്നെ ഇത് ഒരു ലിറ്റർ ആവത്തുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ 3 ലിറ്റർ. പിന്നെ ഒരു കുഞ്ഞു ബോട്ടിലുണ്ട്, അതിനകത്തെല്ലാം ഞാൻ ഇങ്ങനെ നിറച്ച് വെച്ചേക്കും വെള്ളമെല്ലാം. അപ്പോൾ ചീനി എല്ലാം റെഡി ആയിട്ടുണ്ട്. കഴിക്കാനുള്ള സമയമായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഒന്ന് വാഴയിലേക്ക് ഇട്ടൊന്ന് മര്യാദയ്ക്ക് നല്ല പോലെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അതിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വാഴയിലയിലോട്ട് എല്ലാം എടുക്കുവാണ്. എനിക്കിങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ വാഴയിലയിൽ നല്ല ചൂടോടൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് അത് തുറക്കുമ്പോൾ ഉള്ളൊരു മണമൊക്കെ ഉണ്ട്. ആ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ അത് മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താനേ. പിന്നെ ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു മീൻ വേണമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മീൻ വയ്ക്കാനുള്ള മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടിക്ക് നിന്നില്ല. പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഇത് പോരെ നമുക്ക്. എനിക്ക് സന്തോഷമായി. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.